സാജ എന്തുണ്ട്? ഇങ്ങനെ പോകുന്നു റോയിച്ച. ഹായ് നേഹ. ഹായ്. അയ്യോ, എന്താ എന്ത് പറ്റി? പ്രധാന കാര്യം മറന്നു. ഞാനൊന്ന് പോയിട്ട് വരാം, നീ ഇവിടെ ഇരിക്കും. നോ പ്രോബ്ലം, പോയിട്ട് വരാം റോയിച്ച. സാജനന്ന് ലീവാണോ? അതെ, എന്താ ചോദിച്ചത്? അല്ല വെറുതെ ചോദിച്ചെന്നുള്ളു, ഇപ്പൊ ഓഫീസ് ടൈം അല്ലേ അതാ. കഴിഞ്ഞ മാസങ്ങളിലെ കുറെ ലീവ് എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ പാറുവിന്റെ മമ്മ നിന്നപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചെടുക്കുന്നേ ഉള്ളൂ. പിന്നെ പുതിയ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ നടക്കുന്നു? ആ അതിന്റെ വർക്ക്ഷോപ്പിലായിപ്പോ. പക്ഷേ ഇപ്പൊ കോഫി ഷോപ്പിലാണല്ലേ. ഇന്ന് ലീവായിട്ടാണല്ലോ. തമാശ ഞങ്ങൾക്കും കൂടെ ചിരിക്കായിരുന്നു. അയ്യോ നിങ്ങൾ വൈകി പോയി. നിങ്ങൾ സാജന തമാശ ഒന്നും കേട്ടില്ലല്ലോ? ഇല്ല. ഇപ്പൊ ഒരെണ്ണം പറഞ്ഞേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് ഞാൻ ചിരിക്കാനേ മറന്നുപോയി. ആ അതാണ് വെറൈറ്റി തമാശ. നീ തമാശ പറയുമ്പോ നമ്മളൊക്കെ ചിരിക്കാറില്ലേ? സാജന തമാശ കേട്ടാ നമ്മൾ ചിരിക്കില്ല, നമ്മൾ ചിന്തിക്കും അത് തമാശ ആണോ അല്ലയോന്ന്. അത് റേഞ്ച് തമാശയാണല്ലോ സാജ. അത് ചില തമാശകളുടെ പ്രത്യേകതയാ. നേഹ വല്ല തമാശ പറഞ്ഞായിരുന്നു പാറു? ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഞാൻ തമാശ പറയാറില്ല. ഇല്ല. എടാ മനസ്സിലായില്ല നിനക്ക്? ഇവരെ പോലെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാര് മണ്ടത്തരം പറയുന്നതാണല്ലോ പിൽക്കാലത്ത് തമാശയെ മറന്നത്. ഓ അങ്ങനെ. സാറയുടെ തമാശ ഇത്തിരി കൂടുന്നുണ്ടേ. റോയ്ച്ചനിങ് വരട്ടെ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്ന ആൾക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് വേറെയാണ്. അതെന്താണാവോ? അത് പുറത്തു പറയാൻ കൊള്ളാത്ത പേരാ. എന്താ സാറാന്നാ? അല്ല നേഹാന്നാ. അത് കൗണ്ടർ കാലക്കി മോളെ. താങ്ക്സ് ഡാ. Come on നേഹ, അവര് തമാശ പറഞ്ഞല്ലേ, ലീവ് ഇറ്റ്. അല്ല സാജൻ അവരുടെ പ്രായല്ലേ. സാജൻ എത്ര ഡീസന്റ് ആയാ പെരുമാറുന്നത്. ഇവർക്ക് ഇത്ര പോലും ഡീസൻസി ഇല്ല. അല്ല അതെല്ലാവർക്കും ഇപ്പൊ എന്നെ പോലെ ആകാൻ കഴിയില്ല. ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുമാത്രമല്ല, ലോകത്തെങ്ങും കാണാത്ത ഫ്രണ്ട്ഷിപ്പും ഒരുമിച്ച് താമസവും. അത് നേഹ നീ പറയരുത്. സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് നീ നടത്തുന്ന ടൂറിനെ ഞങ്ങൾ മോശമായി പറഞ്ഞാ നിനക്ക് വല്ലതും പറയാൻ പറ്റുമോ? പക്ഷെ ഇത്ര വൃത്തിയായിട്ട നാറ്റക്കേസിനൊന്നും എന്നെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പിന്നെ റോയ്ച്ചൻ വലിയ പുണ്യാളെന്നല്ല, എനിക്കെല്ലാം അറിയാം. നേഹ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. നീ എന്താ പറഞ്ഞത്? എന്റെ കുട്ടികൾ ചീത്തപ്പേരുണ്ടാക്കേണ്ട വീട് മാറിയെന്നല്ലേ? എന്നെ നിനക്ക് സംശയമാണല്ലേ? തീരണു ഇതിവിടെ. ഇനി മേലിൽ എന്റെ മുമ്പിലൊന്നും വരുത്. ഈ ലോകത്ത് പപ്പയും മമ്മിയും കഴിഞ്ഞാൽ പിന്നെ ഇവര് 4 പേരും കഴിഞ്ഞിട്ടുള്ള എനിക്കെന്തും. നീ പോലും അവര് നീ സംശയത്തിന്റെ കണ്ണോണ്ട് നോക്കിയാ പിന്നെ റോയ്ക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് റോയുടെ വാക്കാ.